പീരീഡ്സ് അതൊരു പ്രശ്നം തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ കളരിയുടെ പ്രോഗ്രാമും കോമ്പറ്റീഷനൊക്കെ ഉള്ളപ്പോൾ വിളിക്കാത്തൊരു അതിഥിയായിട്ട് അത് കയറി വരും. പ്രോഗ്രാമിന് മുന്നേ എങ്ങനെയെങ്കിലും വരുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ തുള്ളയും ചാടയും കളരി ഒരുപാട് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു ഫലം ഉണ്ടായില്ല. പിന്നെ ഇതാണെങ്കിൽ ഒട്ട് വരേയില്ല. വരണേന് മുന്നുള്ള മൂഡ് സിങ്സും വേദനയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ പറയേ വേണം. അപ്പൊ കാര്യം എന്താന്ന് പറഞ്ഞില്ലല്ലോ, ഞങ്ങളുടെ കളരിയുടെ പ്രോഗ്രാം കാളികുളങ്ങരയിൽ അന്ന് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അപ്പൊ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് ഞാൻ ഇവിടെ പങ്കുവെക്കാൻ പോകുന്നത്. അപ്പൊ പ്രോഗ്രാം വൈകിട്ട് 6 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന് മുന്നേ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യാണ് ഞാനാണെങ്കിൽ അധികം ശരീരം ഒന്നും അനക്കാതെ ഉള്ള രീതിയിലാണ് നിൽക്കുന്നത്. കാരണം അമ്പലത്തിലാണ് പ്രോഗ്രാം. അതിനിടയിൽ പീരീഡ്സും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് മതി. അത് മാത്രമല്ല വയറുവേദന സഹിക്കാൻ പറ്റാത്തതാണ്. അപ്പൊ ഞാനും ബിജു ചേട്ടനും കൂടെ ഉടവാൾ പയറ്റാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ ഉടവാള് ആദ്യമായിട്ടാണ് പയറ്റുന്നത്. അത് മാത്രമല്ല ബിജു ചേട്ടൻ്റെ ഒപ്പം പയറ്റുന്നത് അത് ആദ്യമായിട്ടാണ്. എന്റെ ശരീരം എന്നോട് റെസ്റ്റ് എടുക്കൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്കിതെന്തായാലും ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു ദൃഢനിശ്ചയത്തിലാണ് ഞാൻ ഈ നടക്കുന്നത്. ചെന്നപ്പോ തന്നെ ചേച്ചിമാരുടെ കയ്യോട്ടി കളിയൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിൽ ഒരു പയ്യൻ നല്ല രീതിയിൽ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കൊന്ന് വയറുവേദന മാറി വരുമ്പോഴാണ് ഞാൻ വീണ്ടും വീഡിയോ എടുക്കണമല്ലോ എന്ന് ചിന്തിക്കുന്നത്. എന്തിനധികം പറയണം, പയറ്റണമെന്ന് പോലും ചിന്തിക്കുന്നത് ആ സമയത്താണ്. ആദ്യമായിട്ട് പയറ്റുന്നത് കൊണ്ട് തന്നെ എനിക്ക് ആത്മവിശ്വാസം കൂടുതലാണെന്നുണ്ടെങ്കിൽ തെറ്റുകൾ പറ്റൂന്നുള്ളതിൽ ഉറപ്പായിരുന്നു. കൂടെ ഈ വയറുവേദന, ഹോർമോണൽ ചേഞ്ച്, മൂഡ് സ്വിങ്ങും വേദന എല്ലാം കൂടെ എനിക്ക് ആകെ ഒരു അലമ്പ് സിറ്റുവേഷനിലാണ്. അവസാനം ഞാനും ബീച്ചേട്ടനും കൂടെ പയറ്റി കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. പയറ്റിന്റെ വീഡിയോ എന്താ അത്രേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നവരോട് ഞാൻ പറയാണ്, വീഡിയോഗ്രാഫറിനോട് ഞാൻ മുന്നേ തന്നെ പറഞ്ഞിരുന്നു ഫോണിൽ സ്പേസ് കുറവാണ്, അതുകൊണ്ട് എല്ലാ വീഡിയോസും കൂടി എടുത്ത് വെക്കണ്ട, കുറച്ച് ബിറ്റായിട്ട് എടുത്ത് വെച്ചാൽ മതി എന്നുള്ളത്. പക്ഷെ എന്റെ പയറ്റ് വന്നപ്പോൾ കറക്റ്റ് ആയിട്ട് സ്റ്റോറേജ് ഫുള്ളായി. എന്റെ വീഡിയോ ആണെങ്കിൽ എടുക്കാനും പറ്റിയില്ല. ബാക്കി എല്ലാ വീഡിയോ ഫോണിലുണ്ട് താൻ. അതുകൊണ്ട് ആകെ മൊത്തത്തിൽ ഞാനൊരു ഡൈലമേലായി പോയി. അന്നദാനം കഴിക്കാൻ കയറിയിട്ട് എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് ഞാൻ കാണുന്നത് പീരീഡ്സ് ആയിട്ടുണ്ട്. എന്തായാലും ദേവി എന്നെ കടാക്ഷിച്ചു എന്ന് തന്നെ വേണം പറയാൻ.